പുള്ളിയുടെ ഈ സംസാരമല്ല യഥാർത്ഥ ജെ ബി ഇതാണെന്ന് മനസ്സിലാക്കി അന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തു. പുള്ളിയുടെ ആശയങ്ങളോട് 80% അങ്ങോട്ട് യോജിക്കാൻ സാധിച്ചില്ല. സോ യഥാർത്ഥ ജെ ബി എന്താണ് എന്ന് മനസ്സിലാക്കിയാണ്. യഥാർത്ഥ ജെ ബി എന്താണ് എന്ന് ആർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം യഥാർത്ഥ ജെ ബി ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്ന് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിൽ നിന്നോ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ കമൻറ്റുകളിൽ നിന്നോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? യഥാർത്ഥ ജെ ബിയുമായിട്ട് ഒരു 10% പോലും നമുക്ക് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് താതാത്മ്യം പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഈ രീതിയിലുള്ള വാക്കുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. എൻ്റെ രൂപം പോലും വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നേരിട്ട് കാണുന്ന സമയത്ത് എന്ന് പല ആളുകളും പറയാറുണ്ട്. അതൊരു കണക്കിന് വളരെ നല്ലതാണ് കേട്ടോ, അതുകൊണ്ട് സേഫ് ആണല്ലോ. ഞാൻ പലപ്പോഴും ബസ്സിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഐലിയിലൊക്കെ കറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ വിചാരിക്കാറുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് ആരും തിരിച്ചറിയത്തില്ലല്ലോ. ഈ തിരിച്ചറിയുന്നത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അത്രയധികം കംഫർട്ടബിൾ ഒന്നുമല്ല പുറത്തിറങ്ങുന്ന സമയത്ത് യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നതിൽ. കാരണം ഞാൻ മറ്റൊരു ജോലിയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു സൈഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഇൻകം ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രൊഫഷൻ, എൻ്റെ ഒരു കരിയർ ഇതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാൻ ഇതുകൊണ്ടല്ല മെയിനായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കരിയർ പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പോലും എൻ്റെ യൂണിഫോമാണ്. ഇപ്പോൾ യൂണിഫോമിൽ വന്നിട്ടാണ് വൈകിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത്. അത് യൂട്യൂബിൽ ഒരു മികച്ച ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്.